ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ ഹെൽത്തിയായ ഒരു തേൻ നെല്ലിക്ക തയ്യാറാക്കാം. നെല്ലിക്ക നമ്മൾ എങ്ങനെ കഴിച്ചാലും വളരെ ഗുണമുള്ള ഒന്നാണ്. നമ്മുടെ ശരീരത്തിന്, ആരോഗ്യത്തിന്, എല്ലാത്തിനും വളരെ ഹെൽത്തിയായ ഒന്നാണ് നമ്മുടെ നെല്ലിക്ക. അതിന് ഞാൻ ഒരു 1/2 കിലോ നെല്ലിക്ക നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. തീരെ അങ്ങ് ചെറിയ നെല്ലിക്ക എടുക്കരുത്, ഒത്തിരി വലുതും ആവശ്യമില്ല. ഒരു നല്ല ഒരു മീഡിയം സൈസ് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മളൊരു ആവി കയറ്റുന്ന ഒരു സ്റ്റീമറിൽ വെച്ച് ഇതെല്ലാം നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കണം. ഒത്തിരി അങ്ങ് വെന്ത് അലിഞ്ഞു പോകരുത്. ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മാത്രം മതി. അതിന് ശേഷം ഇതിൻ്റെ ഓരോ നെല്ലിക്കയും ചൂട് പോയതിന് ശേഷം ഇങ്ങനെ നമുക്കൊന്ന് ഫോർക്ക് കൊണ്ടൊരു കുത്തി കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർത്തല്ല ഇതുണ്ടാക്കുന്നത്. നമ്മളിത് തയ്യാറാക്കുന്നത് പനങ്കൽക്കണ്ടത്തിലാണ്. അപ്പോൾ അതും നല്ല ഹെൽത്തിയായ ഒരു ഐറ്റമാണ്. ഇങ്ങനെ എല്ലാം ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ 1/2 കിലോ നെല്ലിക്കായ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 400 ഗ്രാം പനങ്കൽക്കണ്ടമാണ്. എല്ലാ നെല്ലിക്കയും ഈ ഒരു ഫോർക്ക് വെച്ച് ഞാൻ കുത്തി ഓരോ കിഴുത്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഈ മധുരമൊക്കെ ഇതിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടി മാത്രമാണ് വെന്ത് വരുമ്പോൾ. അപ്പോൾ ഞാൻ 400 ഗ്രാം പനങ്കൽക്കണ്ടം ഒരു പാത്രത്തിലിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇത് തിളച്ചങ്ങോട്ട് തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ നെല്ലിക്ക കൂടി ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ പനങ്കൽക്കണ്ടം ഇങ്ങനെ ഉരുകി വരാൻ ഇച്ചിരി ടൈം എടുക്കും. ഇല്ലെങ്കിൽ ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് ജാറിലിട്ട് ഒന്ന് പൊടിച്ചും ചേർക്കാവുന്നതാണ്. ഇതൊന്ന് അലിഞ്ഞ് വരുന്ന സമയത്തിൽ നമുക്ക് ഈ നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു അല്പം പോലും വെള്ളമയം ഇതിൽ കാണരുത്. കാരണം ഇത് വളരെ നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇനി ഇത് ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച്, നെല്ലിക്കയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും, അടച്ചു വെച്ച് ആദ്യമേ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ ഇടവിട്ട് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുത്ത്, കണ്ട നെല്ലിക്കയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത് വേണം നമ്മളിത് വെന്ത് ഇതൊന്നിച്ച് മിക്സാക്കി എടുക്കാൻ. ഈ നെല്ലിക്കയൊക്കെ ഒന്ന് കറുത്ത് വരുന്നൊരു ടൈമുണ്ട്. അതായത് ഇതൊക്കെ ഒന്ന് ചുരുങ്ങി ഒന്ന് കറുത്ത വരുന്ന സമയം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കുകയും വേണം, അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയും വേണം. അങ്ങനെ മൊത്തത്തിൽ ഒരു 40 മിനിറ്റോളം വേണ്ടി വന്ന് എനിക്കിത് ഈ നമ്മൾ പറയുന്ന ആ ഒരു കറക്റ്റ് ഇതിലേക്ക് ഇത് എത്തിച്ചേരാൻ. ഞാനിത് എല്ലാം നന്നായിട്ടൊന്ന് വേവിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒന്ന് അടച്ചു വെച്ച് ഒരു പിറ്റേ ദിവസം ഞാൻ ഫുള്ള് രാത്രി വെച്ചതിന് ശേഷമാണ് ഇതെടുത്തത്. അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് എന്നും ഡെയിലി കഴിച്ചാൽ വളരെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എത്ര നെല്ലിക്ക കഴിക്കാത്തവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ ഇനിയും വരുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ബൈ ബൈ.